Hi all, welcome to Saira. CES പ്രൊഡക്ഷൻ ഫംഗ്ഷൻ നമ്മുടെ UGC നെറ്റ് എക്കണോമിക്സിന്റെ മൈക്രോ എക്കണോമിക്സിൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഭാഗത്ത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ചാപ്റ്ററാണ്, ഒരു മോഡലാണ് CES പ്രൊഡക്ഷൻ ഫംഗ്ഷൻ മോഡൽ. ഇത് പലപ്പോഴും ആരോ, ചെനറി, മിനാസ് ആൻഡ് സോളോ എന്ന് പറയുന്ന 4 എക്കണോമിസ്റ്റുകൾ ചേർന്നിട്ടാണ് CES പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. പലപ്പോഴും ഇതിന്റെ ഡെവലപ്പേഴ്സിനെ ചോദിക്കാറുണ്ട്. സോ ആരോ, ചെനറി, മിൻഹാസ് ആൻഡ് സോളോ അവരുടെ ഒരു ഫേമസ് പേപ്പറിലാണ് 1961 ഇവരെന്ത് ചെയ്യുന്നത്, ഈ ഒരു പേപ്പർ പ്രസന്റ് ചെയ്യുന്നതും ഈ ഒരു കോൺസെപ്റ്റ് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. CES എന്താണ് CES എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഫംഗ്ഷൻ. CES ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഫംഗ്ഷൻ എന്നുള്ളതാണ് CES എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദി ഫംഗ്ഷൻ കൺസിസ്റ്റ് ഓഫ് 3 variables. ഏതൊക്കെയാണ്? Q, C and L. അങ്ങനെ 3 variables ആണ് ഇതിനുള്ളത്. Q, C, L. അതുപോലെ തന്നെ പാരാമീറ്റേഴ്സ്, 2 പാരാമീറ്റേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? 3 പാരാമീറ്റേഴ്സ് ഉണ്ട്. A, ആൽഫ ആൻഡ് തീറ്റ. ഇങ്ങനെ 3 പാരാമീറ്റേഴ്സും ആർക്കുണ്ട്? CES പ്രൊഡക്ഷൻ ഫംഗ്ഷന് ഉണ്ട്. ഓക്കെ, ഇതിന്റെ ഫോം, ഈ ഒരു ഫംഗ്ഷണൽ ഫോം ഏതാണ്? Q is equal to A into alpha into C raised to minus theta plus 1 minus alpha into L raised to minus theta all raised to minus 1 by theta. ഓക്കെ, ഈ ഒരു ഫോം നിങ്ങൾ ഇപ്പൊ നമുക്ക് കോപ്-ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ ഫോം ആവുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് മൈൻഡിൽ നിൽക്കുമായിരുന്നു. പക്ഷെ അതിന്റെ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫോം ആണ് ആർക്കുള്ളത്? CES പ്രൊഡക്ഷൻ ഫംഗ്ഷന് ഉള്ളത്. സോ ഈ ഒരു ഫോം നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, ഇതിലെ Q എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ ഔട്ട്പുട്ട് ആണ്. C ക്യാപിറ്റൽ ആണ്. L എന്താണ്? ലേബർ ആണ്. ഇത് നമുക്കറിയാം. ഇനി A എന്ന് പറയുന്നത് ഒരു എഫിഷ്യൻസി പാരാമീറ്റർ ആണ്. നമ്മൾ പറഞ്ഞു 3 പാരാമീറ്ററിൽ ഒന്നാമത്തെ പാരാമീറ്റർ ആണ് A, ക്യാപിറ്റൽ ലെറ്റർ A. A എന്ന് പറയുന്നത് എന്താണ്? ഒരു എഫിഷ്യൻസി പാരാമീറ്റർ ആണ്. എഫിഷ്യൻസി പാരാമീറ്റർ ആണ് A. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? സ്റ്റേറ്റ് ഓഫ് ടെക്നോളജി ആൻഡ് ഓർഗനൈസേഷണൽ ആസ്പെക്ട്സ് ഓഫ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷന്റെ ഓർഗനൈസേഷണൽ ആസ്പെക്ട്സും ടെക്നോളജിക്കൽ ആസ്പെക്ട്സ് ഒക്കെ ഉണ്ടായിരിക്കും. ഇത് എത്രത്തോളം നമുക്കറിയാം, ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ തന്നിട്ടുള്ള ഫാക്ടേഴ്സ് എത്രത്തോളം ഔട്ട്പുട്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നതാണ് മെഷർ ചെയ്യുന്നത്. ഇവിടെ ക്യാപിറ്റലിനെയും ലേബേഴ്സിനെയും പുറമെ ടെക്നോളജിക്കലി, ഓർഗനൈസേഷണലി ഒക്കെ ഔട്ട്പുട്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അവരുടെയൊക്കെ ഇഫക്റ്റ് ഔട്ട്പുട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിന്റെയൊക്കെ പ്രതിഫലനമാണ് ഏത് കാണിക്കുന്നത്? A കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ A യെ നമുക്കൊരു എഫിഷ്യൻസി പാരാമീറ്റർ ആയിട്ട് കണക്കാക്കാം. ഇനി it shows that with the technological or organizational changes the efficiency parameter leads to a shift in the production function. ഇനി ആൽഫ എന്താണ്? ഇറ്റ് ഈസ് ദി ഡിസ്ട്രിബ്യൂഷൻ പാരാമീറ്റർ. ഓർത്തിരിക്കുക, നമുക്ക് ചോദിക്കാറുണ്ട് A എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, ആൽഫ എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, തീറ്റ എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു എന്നൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ ആൽഫ ഒരു ഡിസ്ട്രിബ്യൂഷൻ പാരാമീറ്റർ ആണ്. ഇപ്പോൾ നമുക്കറിയാം എക്സാമിന്റെ നേച്ചർ മാറി സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കൂടുതലും കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ആൽഫയും ബീറ്റയും ഒക്കെ എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു, A എന്തിനെ ഡിനോട്ട് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, മാറാണ്ട് ഓർത്തിരിക്കുക. ആൽഫ ഒരു ഡിസ്ട്രിബ്യൂഷൻ പാരാമീറ്റർ ആണ്. അല്ലെങ്കിൽ എങ്ങനെ പറയാം? ക്യാപിറ്റൽ ഇന്റൻസിറ്റി ഫാക്ടർ കോഎഫിഷ്യന്റ്. ക്യാപിറ്റൽ ഇന്റൻസിറ്റിയുടെ ഫാക്ടർ കോഎഫിഷ്യന്റ് ആയിട്ട് ആര് പ്രവർത്തിക്കുന്നുണ്ട്? ആൽഫ പ്രവർത്തിക്കുന്നുണ്ട്. കാരണം ഇത് ക്യാപിറ്റൽ ഇന്റൻസിറ്റി മെഷർ ചെയ്യുന്നതിന്റെ അടുത്ത് അതിന്റെ കോഎഫിഷ്യന്റ് ആയിട്ടാണല്ലോ വരുന്നത്. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ ഇന്റൻസിറ്റി ഫാക്ടർ കോഎഫിഷ്യന്റ് എന്നും ആരെ പറയുന്നുണ്ട്? ആൽഫയെ പറയുന്നുണ്ട്. ഡിസ്ട്രിബ്യൂഷൻ പാരാമീറ്റർ എന്നുള്ളത് ഓർത്തിരിക്കുക. Then concerned with the relative factor share in the total output, and theta is the substitution parameter. Theta എന്താണ്? substitution parameter ആണ്. Theta എന്താണ്? substitution parameter ആണ്, which determines the elasticity of substitution. Theta ആണ് എന്ത് തീരുമാനിക്കുന്നത്? elasticity of substitution തീരുമാനിക്കുന്നത്. ഓക്കെ ആണോ?
ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. ആൽഫ എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു, എ എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു. ആദ്യം ഇത് ഈ പറഞ്ഞ ഭാഗത്ത് നിന്നും ഈ ഒരു CS മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആരോ, ചെനറി, മിനാസ്, സോളോ ഇവരെ ഓർത്തിരിക്കണം. ദെൻ ഇതിന്റെ മോഡൽ, ഫങ്ഷണൽ ഫോം ഓർത്തിരിക്കണം. ദെൻ ഇതിൽ മൂന്ന് പാരാമീറ്റേഴ്സ് ഉണ്ടെന്ന് നമ്മൾ കണ്ടു. ഈ മൂന്ന് പാരാമീറ്റേഴ്സിനും എന്തൊക്കെയാണ് നേച്ചർ, അത് എന്തിനൊക്കെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളതും നിങ്ങൾ എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഭാഗത്തിലേക്ക് പോവാം. ഇറ്റ്സ് പ്രോപ്പർട്ടീസ്. ഏതിന്റെ? CES പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ പ്രോപ്പർട്ടീസ്. നിങ്ങൾ കോപ്ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ പ്രോപ്പർട്ടീസ് കണ്ടിരുന്നു അല്ലെ? അതുപോലെ തന്നെ കോൺസ്റ്റന്റ് ഇലാസ്റ്റിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഫംഗ്ഷനും എന്തുണ്ട്? പ്രോപ്പർട്ടീസ് ഉണ്ട്. CES ഫംഗ്ഷൻ ഈസ് ഹോമോജീനിയസ് ഓഫ് ഡിഗ്രി 1. ഇതെന്താണ്? ഹോമോജീനിയസ് ഓഫ് ഡിഗ്രി 1 ആണ്. CES ഫംഗ്ഷൻ ഹോമോജീനിയസ് ഓഫ് ഡിഗ്രി 1 ആണ്. If we increase the inputs capital and labor in the CES function by n-fold, output Q will also increase by n-fold. ഓർത്തിരിക്കുക, ക്യാപിറ്റലും ലേബറും കൂടെ n-fold increase ചെയ്താൽ Q എന്ത് ചെയ്യും? n-fold increase ചെയ്യും. അതായത് ഇൻപുട്സിൽ വരുന്ന ചേഞ്ച് അതേപോലെ എവിടെ പ്രതിഫലിക്കും? ഔട്ട്പുട്ടിലും പ്രതിഫലിക്കും. അതിനെയാണല്ലോ നമ്മൾ ഹോമോജീനിയസ് ഓഫ് ഡിഗ്രി 1, കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ എന്നൊക്കെ ഡിനോട്ട് ചെയ്യുന്നത്. സോ ഇവിടെ എടുത്തിട്ടുള്ള ഇൻപുട്സ് ആയിട്ടുള്ള ക്യാപിറ്റലിലും ലേബറിലും വരുന്ന ചേഞ്ചസ് അതേപടി അതെവിടെ റിഫ്ലക്ട് ചെയ്യും? ഔട്ട്പുട്ടിൽ റിഫ്ലക്ട് ചെയ്യും. Just like the Cobb-Douglas production function, CES function displays constant returns to scale. ഇത് ഡിഗ്രി ഓഫ് 1 ആയതുകൊണ്ട് തന്നെ അത് ഏതിനെയാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്? കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിലിനെയാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. In the CES production function, the average and marginal products in the variable capital and labor are homogeneous of degree 0, like all linear homogeneous production function. Okay, average and marginal products, variable and capital average and marginal products അതിന്റെ homogeneous of degree എന്താണ്? 0 ആണ്. അത് homogeneous production function ഒക്കെ അങ്ങനെ തന്നെയാണ്. average and marginal products of variable factors ആയിട്ടുള്ള capital and labor ന്റെ homogeneous of degree 0 ആണ് ഇവിടെയുള്ളത്, CES production functionൽ ഉള്ളത്. Then from the above property, the slope of an isocone, the MRTS of capital for labor can be shown to convex to origin. അതുകൊണ്ട് തന്നെ MRTS ന്റെ capital and labor, MRTS of capital and labor നമുക്ക് എന്ത് പറയാം? convex to origin ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. Then parameter theta in the CS production function determines the elasticity of substitution എന്ന് നമ്മൾ കണ്ടു. എങ്ങനെയാണ് the elasticity of substitution മെഷർ ചെയ്യുന്നത്? അതിനുള്ള ഇക്വേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. The elasticity is equal to 1 by 1 plus theta. ഓർത്തിരിക്കുക, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. പല രീതിയിലും CES പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ നിന്നും ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയയാണ്. 1 by 1 plus theta. ഇത് റിവീൽ ചെയ്യുന്നത് എന്താണ്? when sigma is equal to 1, the CES production function becomes the Cobb-Douglas production function. കാരണം അത് കോൺസ്റ്റന്റ് റിട്ടേൺസ് സ്കെയിലിനെ ആയിരിക്കും കാണിക്കുന്നത്. ഇനി തീറ്റ 0 ആണെങ്കിൽ ആണെങ്കിലാണ് അത് എന്താവുന്നത്? കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ ആവുന്നത്. അപ്പോഴാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്താവുന്നത്? 1 ആവുന്നത്. ദെൻ തീറ്റ 1 ആണ് എന്നുണ്ടെങ്കിൽ അതെന്താണ്? ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിലിനെ ആയിരിക്കും കാണിക്കുന്നത്. തീറ്റ 1 ആണ് എന്നുണ്ടെങ്കിൽ, കാരണം തീറ്റയ്ക്ക് 1 കൊടുത്താൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നോമിനേറ്റർ ചെറുതും ഡിനോമിനേറ്റർ വലുതും ആവും. അപ്പോൾ അത് ചെറിയൊരു സംഖ്യയിലേക്ക് വരും. സോ അത് ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിലിനെയാണ് കാണിക്കുക. ഇനി തീറ്റ ഗ്രേറ്റർ ദാൻ 1 ആണെന്നിരിക്കട്ടെ. അപ്പോൾ എന്താണ് അതിനർത്ഥം? തീറ്റ 1 ആണെങ്കിൽ അതെന്താണ്? 1 ഗ്രേറ്റർ ദാൻ 1 ആണ് എന്നുണ്ടെങ്കിൽ അത് ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിലിനെ കാണിക്കും. ഇനി ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ കാണിക്കണം എന്നുണ്ടെങ്കിൽ തീറ്റ എന്തായിരിക്കണം? ഒരു 0നേക്കാൾ താഴെ ആയിരിക്കണം അല്ലെ? ഒരു മൈനസ് വാല്യൂ ആയിരിക്കണം. അപ്പൊ മൈനസ് വാല്യൂ ആണെങ്കിൽ അതെന്തായിരിക്കും? തീറ്റ ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിലിനെ കാണിക്കും. ഓക്കെ, ഇനി CES പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ മെറിറ്റിലേക്ക് വന്നാൽ CES പ്രൊഡക്ഷൻ ഫംഗ്ഷൻ മോർ ജനറൽ ഫോം ആണെന്ന് പറയാം. കാരണം Cobb-Douglas പ്രൊഡക്ഷൻ ഫംഗ്ഷനേക്കാൾ കൂടുതൽ ഫാക്ടേഴ്സിനെ വേണമെങ്കിൽ കൂടുതൽ ഇൻപുട്സിനെ വെച്ചൊക്കെ നമുക്ക് ഇത് എലാബറേറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു മോഡൽ എലാബറേറ്റ് ചെയ്തെടുക്കാം. It covers all types of returns, increasing returns to സ്കെയിലിനെയും ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിലിനെയും കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിലിനെയും ഇത് എന്ത് ചെയ്യുന്നുണ്ട്? മെൻഷൻ ചെയ്യുന്നുണ്ട്. Then account a number of parameters. Parametersനെ ഇതിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. raw materials among its output. ഇതിൽ raw materialsനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. then മറ്റുള്ളവരെ അപേക്ഷിച്ച് ഈസി ടു എസ്റ്റിമേറ്റ് ആണെന്ന് പറയാം. then unrealistic ആയിട്ടുള്ള assumptionsനൊന്നും ഇവിടെ വാല്യൂ ഇല്ല.
ഈ ഒരു CS പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ വാല്യൂ ഇല്ല. ഓക്കെ, ഇൻ CS പ്രൊഡക്ഷൻ ഫംഗ്ഷൻ Q is equal to ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഇതിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മാക്സ് റൈസ് ടു മൈനസ് പി പ്ലസ് 1 മൈനസ് ആൽഫ x2 റൈസ് ടു മൈനസ് പി ഓൾ റൈസ് ടു മൈനസ് 1 ബൈ പി. ഇത് ഏത് തരം ഫംഗ്ഷനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? നമുക്ക് മനസ്സിലാക്കാം അല്ലെ, ഇത് ഏതാണ്? CS പ്രൊഡക്ഷൻ ഫംഗ്ഷനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇതിൽ x1ഉം x2ഉം എന്താണ്? Q ഔട്ട്പുട്ടും x1ഉം x2ഉം ലാബറിനെയും ക്യാപിറ്റലിനെയാണ് മെഷർ ചെയ്യുന്നത്. ഇലാസ്റ്റിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇലാസ്റ്റിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ കാണുന്നതിനുള്ള ഇക്വേഷൻ നമ്മൾ കണ്ടു. ഏതായിരുന്നു ഇക്വേഷൻ? സിഗ്മ ഇസ് ഈക്വൽ ടു 1 ബൈ 1 പ്ലസ് തീറ്റ. ഇവിടെ തീറ്റക്ക് പകരം ഏതാണ്? മൈനസ് പി എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇവിടെ നമ്മൾ മൈനസിനെ കൺസിഡർ ചെയ്യാതെ 1 ബൈ 1 പ്ലസ് പി എന്നുള്ള സി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഇതല്ല അതിനുള്ള ഇക്വേഷൻ. അപ്പൊ ഈ രീതിയിലൊക്കെയാണ് ക്വസ്റ്റ്യൻ വരിക. അപ്പൊ തീറ്റക്ക് പകരം വേറെ പാരാമീറ്റേഴ്സ് കൊടുത്താലും ആ ഒരു പാരാമീറ്റർ, ഇതിന്റെ പവർ വരുന്ന പാരാമീറ്റർ ആണ് ഏതായിട്ട് എടുക്കേണ്ടത്? പി ആയിട്ട് അല്ലെങ്കിൽ തീറ്റ ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, ഇവിടെ ആ പാരാമീറ്റർ പി ആയത് കാരണം നമ്മൾ എന്ത് ചെയ്തു? തീറ്റക്ക് പകരം പി എടുക്കും. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് വരിക. മാക്സിമം ക്വസ്റ്റ്യൻസ് CS പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഇത്രയും പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു ഭാഗത്ത് വേറൊരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു ഫോർ ലേണിംഗ്.